നിങ്ങൾക്കിത് കാണാൻ പറ്റും. അദ്ദേഹം എന്നെ കൊണ്ട് വിളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപയല്ലാതെ എന്താണ് നമുക്ക് പറയാനുള്ളത്? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രാധേ 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 രാധേ. എല്ലാവരും ഒരിക്കലെങ്കിലും വൃന്ദാവനത്തിൽ പോവുക. ഞാനും അതുതന്നെ ധന്യം വൃന്ദാവനം എന്നുള്ള ഒരു പുസ്തകം എന്നോട് പലരോടും അത് ഞാനത് വായിച്ചിട്ടില്ല, വൈഫ് വായിച്ചിട്ടുണ്ട്. ആ ഒരു പുസ്തകം വൈഫിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. അപ്പം വൈഫ് പറഞ്ഞു വളരെ മനോഹരമായിട്ട് വൃന്ദാവനത്തിന്റെ ഓരോ ഭാഗങ്ങള് ഇപ്പം ഓരോ ഭാഗത്തെ കുറിച്ച് പറയുന്നതും വളരെ എന്താ പറയാ സ്പർശമായിട്ടുള്ള ഭാഗമാണ് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ കരുതിയ അന്ന് ഞാൻ കരുതിയ മാതാജി ഒന്ന് കാണണം, പക്ഷെ കാണാനുള്ള സമയമാണ്ടേ. ശരിക്കും ഇത് അത്രയും ഉചിതമായ സമയത്ത് അല്ല, ധാരാളം പേര് ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകത്തിന്റെ കാരണം നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യത്തിന് ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഒരു കല്യാണം എന്ന് പറയണു, ഒരു കല്യാണത്തിന് ആ പെൺകുട്ടിക്ക് ഡ്രസ്സ് എടുക്കണ ഡ്രസ്സ് 10ഉം 25ഉം കൊടുത്തിട്ട് ഒരു തവണ ഉടുക്കും, പിന്നെ ഉടുക്കില്ല. അതിനൊക്കെ ഇഷ്ടം പോലെ പൈസ ചെലവാക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിന് എന്ന് പറയുമ്പോ അവർക്ക് പൈസ ഇത്ര പൈസ ഉണ്ടാവും, ഞാൻ പിന്നെ മേടിക്കാം അങ്ങനെ പറയുള്ളൂ. ഈ പുസ്തകത്തിന് പ്രത്യേകത അതേസമയം 10 രൂപ പോലും ഗതിയില്ലാത്തവര് കടം മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പുസ്തകം വായിച്ചാൽ മതി എന്ന് പറയണവര് അങ്ങനെയുണ്ട്. ഭഗവാന്റെ കൃപ ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപയല്ലാതെ എന്താണ് നമുക്ക് പറയാനുള്ളത്? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രാധേ 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 രാധേ. എല്ലാവരും ഒരിക്കലെങ്കിലും വൃന്ദാവനത്തിൽ പോവുക. ഞാനും അതുതന്നെ ധന്യം വൃന്ദാവനം എന്നുള്ള ഒരു പുസ്തകം എന്നോട് പലരോടും ഞാനത് വായിച്ചിട്ടില്ല, വൈഫ് വായിച്ചിട്ടുണ്ട്. ആ ഒരു പുസ്തകം വൈഫിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. അപ്പം വൈഫ് പറഞ്ഞു വളരെ മനോഹരമായിട്ട് വൃന്ദാവനത്തിന്റെ ഓരോ ഭാഗങ്ങള് ഇപ്പം ഓരോ ഭാഗത്തെ കുറിച്ച് പറയുന്നതും വളരെ എന്താ പറയാ സ്പർശമായിട്ടുള്ള ഭാഗമാണ് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ കരുതിയ അന്ന് ഞാൻ കരുതിയ മാതാജി ഒന്ന് കാണണം, പക്ഷെ കാണാനുള്ള സമയമാണ്ടേ. ശരിക്കും ഇത് അത്രയും ഉചിതമായ സമയത്ത് അല്ല, ധാരാളം പേര് ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകത്തിന്റെ കാരണം നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യത്തിന് ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഒരു കല്യാണം എന്ന് പറയണു, ഒരു കല്യാണത്തിന് ആ പെൺകുട്ടിക്ക് ഡ്രസ്സ് എടുക്കണ ഡ്രസ്സ് 10ഉം 25ഉം കൊടുത്തിട്ട് ഒരു തവണ ഉടുക്കും, പിന്നെ ഉടുക്കില്ല. അതിനൊക്കെ ഇഷ്ടം പോലെ പൈസ ചെലവാക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിന് എന്ന് പറയുമ്പോ അവർക്ക് പൈസ ഇത്ര പൈസ ഉണ്ടാവും, ഞാൻ പിന്നെ മേടിക്കാം അങ്ങനെ പറയുള്ളൂ. ഈ പുസ്തകത്തിന് പ്രത്യേകത അതേസമയം 10 രൂപ പോലും ഗതിയില്ലാത്തവര് കടം മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പുസ്തകം വായിച്ചാൽ മതി എന്ന് പറയണവര് അങ്ങനെയുണ്ട്. ഭഗവാന്റെ കൃപയാണ് അവർക്ക്. നമ്മളിത്